തലേദിവസം വാങ്ങിച്ച ഹാഫ് കുക്കഡ് ചപ്പാത്തിന്ന് ഒരെണ്ണം മാത്രം മിച്ചം ഉണ്ടായിരുന്നു. പിന്നെ അതിലെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഈ കൊത്തു ചപ്പാത്തി ഉണ്ടല്ലോ അത് തന്നെ. ആദ്യമായിട്ടാണ് ഇത് വീട്ടിലുണ്ടാക്കുന്നത്. ചപ്പാത്തി റോൾ ചെയ്ത് കത്തി കൊണ്ട് മുറിച്ചിട്ടൊരു സുഖമില്ലാത്തതുകൊണ്ട് കത്രിക കൊണ്ട് മുറിക്കുകയാണ് അമ്മ. സംഭവം അത് ഈസി ആയിട്ട് മുറിഞ്ഞങ്ങ് കിട്ടി. ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം. സ്റ്റൗ കത്തിക്കുക, ചീനിച്ചട്ടി എടുത്ത് വെക്കുക, ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകിട്ട് പൊട്ടിക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റണം. ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലോട്ട് നേരത്തെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്ന സവാളയും കൂടി ഇടുക. സവാള ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ടൊന്ന് വഴറ്റണം. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ തക്കാളി അരിഞ്ഞതും കൂടി ഇടാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ നിൽക്കണം. മിക്സ് ചെയ്ത് വരാൻ കുറച്ച് നേരം പിടിക്കും. അതെല്ലാം ഏകദേശം മിക്സായി വരുമ്പം നമുക്ക് മസാല ഇടുന്ന പരിപാടിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ മുളക് പൊടിയുടെ കാര്യം കുറച്ചിട്ടാൽ മതി ആവശ്യത്തിന്. പക്ഷെ ഇവിടെ ആവശ്യത്തിനും അനാവശ്യത്തിനും കുറേ വാരി ഇട്ടപ്പോഴത്തേക്കും അവസാനം ചെറുതായിട്ടൊരു എരിവ് കൂടിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇട്ട സാധനങ്ങളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മുടെ മെയിൻ ഐറ്റത്തിനെ ഇറക്കാം. അതായത് നമ്മുടെ ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ്. ചപ്പാത്തി എല്ലാം കൂടെ മസാലയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. മസാല എല്ലാം കൂടെ ചപ്പാത്തിയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. വഴറ്റി കഴിയുമ്പോൾ സാധനം ഇവിടെ സെറ്റാവും. പിന്നെന്താ, പാത്രം എടുക്കുക, കോരിയിടുക, കഴിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കഴിച്ചപ്പം എരിവ് കൂടിയോ എന്നൊരു സംശയം.